അയ്യോ അയ്യോ എന്റെ മക്കളെ എടാ എന്റെ മോനെ എടാ അയ്യോ ഇതാരാ കിടക്കുന്നത് അയ്യോ അത്തരമണക്കുന്ന പെട്ടികളും ചോക്ലേറ്റ് പൊതികളുമായി നാട്ടിലേക്ക് ഇനിയൊരു മടക്കയാത്രയില്ല. ആ 12 നമ്പറിൽ നിന്ന് ഇനിയൊരു കോള് വരില്ല. ജീവിതം കരുപിടിപ്പിക്കാൻ കടൽ കടന്ന മനുഷ്യരും അവർ നട്ടുനനച്ച സ്വപ്നങ്ങളും അപ്രതീക്ഷിതമായി എത്തിയ അഗ്നിയിൽ ചാരമായി. എന്നെങ്കിലും രക്ഷപ്പെടും എന്ന പ്രതീക്ഷയിലാണ് പ്രയാസമേറിയ പ്രവാസം ജീവിതമാക്കിയത്. കടം വാങ്ങിയും ലോണെടുത്തും കടല് കടന്നു. നാടും വീടും വീട്ടുകാരും അങ്ങനെ പ്രിയപ്പെട്ടതെല്ലാം കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലിനക്കരെയാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാത്രമാണ് ജീവിക്കാൻ പ്രേരണയായത്. ഒരു വീട് വെക്കണം, കടങ്ങളൊക്കെ വീട്ടണം, എല്ലാം മതിയാക്കി നാട്ടിലെത്തി സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം. അങ്ങനെ കാലങ്ങളായി മനസ്സിൽ നിറം പിടിപ്പിച്ച ഒരു പിടി സ്വപ്നങ്ങൾ. കുഞ്ഞിൻ്റെ 1ാം പിറന്നാളിന് ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരുന്നതാണ് പത്തനംതിട്ട സ്വദേശി സിബിൻ. പക്ഷേ തൻ്റെ പൊന്നോമനയുടെ പിറന്നാൾ സന്തോഷം പങ്കിടാൻ സ്നേഹം നിറച്ച ചോക്ലേറ്റ് പെട്ടികളുമായി ആ അച്ഛൻ ഇനി വരില്ല. എംബാം ചെയ്ത ഫോട്ടോ പതിച്ച വെളുത്ത പെട്ടിയിൽ ചലനമറ്റ ഒരുപിടി സ്വപ്നങ്ങൾക്കൊപ്പം ചേതനയേറ്റ ശരീരമായി അന്ത്യകർമ്മങ്ങൾക്കായി ഒരുക്കിയയിടത്ത് സിബിനെത്തി. കൂടി നിന്നവരെല്ലാം കണ്ണീരടക്കാൻ പാടുപെട്ടു. വീടെന്ന പൂർത്തിയാക്കാത്ത സ്വപ്നം ബാക്കി വെച്ചാണ് കണ്ണൂർ വൈക്കര സ്വദേശി നിതിൻ്റെ മടക്കം. കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് ഒരു തറ കെട്ടിയിട്ടു. ബാക്കി പണി തീർക്കാനുള്ള പണമുണ്ടാക്കണം. രാവും പകലുമില്ലാതെ പണിയെടുത്തു. നാട്ടിലേക്കുള്ള യാത്രയായിരുന്നു ഓരോ ദിവസവും മനസ്സിൽ. പക്ഷേ അങ്ങനെ ഒട്ടേറെ മനുഷ്യരുടെ 100 സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് കുവൈത്തിലെ മൻഖാഫ് കെട്ടിട സമുച്ചയത്തിലെ അഗ്നി വിഴുങ്ങിയത്. ഒരായുസ് മുഴുവൻ ഉറ്റവരെയും ഉടയവരെയും വിട്ട്, പിറന്ന നാട് വിട്ട്, ജീവിതത്തിലെ പ്രിയപ്പെട്ടതെല്ലാം വിട്ട്, ജീവന്റെ ജീവനായവർക്കായി മണലാരണ്യങ്ങളിൽ തങ്ങളുടെ സ്വപ്നങ്ങളെ ബലി കഴിച്ചവർ. എന്നെങ്കിലും മെച്ചപ്പെട്ടൊരു ജീവിതം തങ്ങൾക്കുമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നാളുകൾ എണ്ണിക്കഴിഞ്ഞവർ. ഒടുവിൽ പൂർത്തിയാക്കാനാകാത്ത ഒരുപിടി സ്വപ്നങ്ങളും ബാക്കിയാക്കി 6 അടി മണ്ണിൻ്റെ നിത്യപ്രവാസത്തിലേക്ക് അവർ യാത്രയാകുന്നു.